ഹായ് നമസ്കാരം, ഞാൻ ഷീമ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ലൂർദ് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സൈഡിൽ റെയിലാണ് കേട്ടോ, അപ്പുറത്തെ സൈഡിലുള്ള റോഡും പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് റോഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. പൈപ്പിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടേക്കണതാണ്. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കോട്ട്ലൻഡിനും കൂടിയാണ് പോയത്. അങ്ങനെ നോക്കുമ്പോൾ സൺഫ്ലവർ നിൽക്കണം കേട്ടോ, അതിൻ്റെ ഒരു പ്ലാന്റ് അവിടെ നിൽക്കണം. തൊട്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് വന്നു. വേഗം തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ട് ഒരു ബോട്ടിൽ നട്ടു വെച്ച്. എല്ലാം കൂടി ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോട്ടിലാണ് ഞാൻ നട്ടു വെക്കുക. സ്വാഭാവികമായിട്ടും പോട്ട് വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് 2-3 പോട്ടിൽ ചെടി എടുത്തിട്ട് ഒരു പോട്ടിലാക്കി വെക്കും. അപ്പോൾ ചെമ്പരത്തി നട്ടു വെച്ച പോട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ നട്ടു വെച്ചിട്ടോ. എന്നാലും ഇത് കിട്ടിയപ്പോൾ വലിയൊരു സന്തോഷം കേട്ടോ. തലയൊക്കെ ഒരാഴ്ചയായി കൈ ഉള്ളിയിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. അതാണ് വെറുതെ ഒന്ന് തുടക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. കൈ നല്ല വേദനയുണ്ട്, ഉണങ്ങിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ വിശപ്പെന്ന് പറഞ്ഞ അവസ്ഥയിൽ നടന്നൊക്കെ പോയി വന്നുകൊണ്ട് വേഗം തന്നെ ജ്യൂസ് എടുത്ത് കുടിച്ചു. സിംസനും പിള്ളേരും ഒക്കെ വെസ്റ്റേണും ഒക്കെ അപ്പം തന്നെ എത്തി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു ബോറടിക്കാൻ, കുറേ ദിവസവും ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അന്ന് പെട്രോൾ അടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ക്യൂൻസ്വേഡ് അങ്ങോട്ട് പോയി. കുറേ നേരം അവിടെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ കണ്ടൽ എന്ന് പറഞ്ഞ സാധനമാണ്, അവിടെ മൊത്തം പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപ്പൂത്താന്ന് പറയും, വേറെ വല്ല സ്ഥലത്ത് എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് രണ്ടും നമ്മുടെ പ്രകൃതിക്കൊരു മത്സ്യസമ്പത്തിന് ആവശ്യമുള്ള സാധനമാണ്. കാരണം അതിൻ്റെ ഇടയിലാണ് മീനുകളൊക്കെ വന്ന് മുട്ടയിടാനും ഒക്കെ ചെയ്യുന്നത്. ആ വേരിങ്ങനെ എന്താ പറയുക, ലൈൻ പോലെ നിൽക്കുന്നതുകൊണ്ട് വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് വേറൊന്നും കയറി വരത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ നമ്മുടെ വേറൊരു സൈഡാണ്. പക്ഷേ നമുക്ക് നല്ല തണലൊക്കെ തരും, കാറ്റിന് പ്രതിരോധിക്കാൻ ഭയങ്കര ബലമാണെന്നാണ് പറയുക ആ മരത്തിൻ്റെ കൊമ്പിനൊക്കെ ഇട്ട്. പണ്ട് ചേട്ടൻ വീട്ടിലൊക്കെ വെട്ടിക്കൊണ്ടുപോകും. ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ വീട് വൈപ്പിനിലാണല്ലോ, അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങളവിടെ ഇരുന്നു കുറേ ചെടികളുടെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് പാരിജാതമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ പോകുമ്പോൾ കുറേ പാരിജാത പൂക്കളൊക്കെ ഉണ്ടാവും. പൂക്കളുടെ സ്മെല്ലുകൾ കേൾക്കാൻ എനിക്ക് അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വെച്ചു. എന്നോട് പലരും പറയാറുണ്ട് ഷീമ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്ന്. അങ്ങനെയൊന്നുമില്ലടാ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് വിടുക.